ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹം. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായിരുന്നു. ഇൻവെസ്റ്റ് ഇൻ വിമൻ, ആക്സിലറേറ്റ് പ്രോഗ്രസ്. സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഈ വർഷത്തെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം. ഈ ദിനത്തിന് അനേക പ്രാധാന്യങ്ങളുണ്ട്. സ്വന്തം ജോലിസ്ഥലത്തെ സൗകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനായി വനിതകൾ നടത്തിയ പോരാട്ടത്തിന് പിൻബലവും വ്യവസായ കുത്തകളുടെ ആധിപത്യത്തിനുമേൽ വിയർപ്പും ശക്തിയും കൊണ്ട് സ്ത്രീകൾ വരിച്ച വിജയത്തിന്റെ കഥയും അത് പ്രധാനപ്പെട്ടവയാണ്. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം മാവേലിക ഭദ്രാസനം ഇന്ന് യൂണിറ്റ് തലത്തിൽ വനിതാ ദിനാഘോഷം നടത്തുന്നു. ഈ അവസരത്തിൽ 2 ആശയങ്ങൾ മാത്രം പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, സഭയിലും സമൂഹത്തിലും സ്ത്രീകൾക്കുള്ള പങ്ക് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ള ആഹ്വാനം. സ്ത്രീകൾക്ക് വിശുദ്ധ വേദപുസ്തകവും പരിശുദ്ധ സഭയും വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക സ്ത്രീ രക്തകളെ നമ്മൾ കണ്ടുമുട്ടുന്നു. ന്യായപാലകയും പ്രവാചകയുമായി തീർന്ന ദെബോരയും, ബഹുജാതികളുടെ മാതാവായി തീർന്ന സാറായും, രാജ്ഞിയായി തീർന്ന അടിമ പെൺകുട്ടി എസ്തേറും, ക്രിസ്തുവിന്റെ വംശാവലിയിൽ സ്ഥാനം പിടിച്ച മോവാബ്യ സ്ത്രീയായ രൂത്തും, പിന്നീട് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധ കന്യകമറിയാം, ബഥാനിയയിലെ മറിയയും ഒക്കെ നമുക്ക് ഉത്തമ ഉദാഹരണങ്ങളാണ്. അവരുടെ ജീവിതങ്ങൾ നമുക്ക് പ്രചോദനങ്ങളാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് അവന്റെ കുടുംബം തന്നെയാണ്, പ്രത്യേകിച്ച് മാതാപിതാക്കൾ. അതിൽ എടുത്തു പറയേണ്ടത് മാതാവിന്റെ സ്ഥാനം. പരിശുദ്ധനായ പൗലോസ്ലീഹ നിജപുത്രനായ തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വിശ്വാസം ഏറ്റവും അധികം ആഴപ്പെട്ടത് വല്യമ്മയായ ലോയേസിലൂടെ, അമ്മയായ യൂനിയയിലൂടെയാണെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടാണ് ആദ്യത്തെ വിദ്യാലയം, അമ്മയുടെ മടിത്തട്ട് ആദ്യത്തെ ക്ലാസ് റൂം. വീണ്ടും പരിശുദ്ധ